അപ്പൊ ഇന്നൊരു സംഭവം ഒരു എന്താ പറയണ്ടേ എന്താ ചേട്ടാ ഇന്ന് എല്ലാരും ഉണ്ട് കേട്ടാ. മത്സരം അങ്കിയുണ്ട്, അഭിയുണ്ട്, ഋത്തിക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. പാവ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ഓന് ഉറങ്ങിയെടുക്കുമ്പോക്ക് നമുക്കൊരു സംഭവം ആക്കാം. ഒരു മത്സരം അന്ന് എന്തെന്നായിരിക്കും ടെൻഷനിലുമായി എന്നാക്കണ്ടതെന്നായി ഒന്ന് സംഭവം ഞാൻ പറയാം. കുക്കിംഗ് മത്സരം ഞാൻ പറഞ്ഞൊരു കുക്കിംഗ് മത്സരം നടക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഇങ്ങനെ TV കണ്ടിട്ടുണ്ട്. വിജയ് സേതുപതി ഒരു ചാനലിനകത്ത് നടത്തിയ പരിപാടി. ഞാനിപ്പോ 2-3 ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. ആ ഐറ്റംസ് വെച്ചിട്ട് 10 മിനിറ്റ് സമയം തരും. 10 മിനിറ്റ് സമയം തരും. 10 മിനിറ്റ് കൊണ്ട് എന്താവുമോന്ന് എനിക്കറിയില്ല. പക്ഷെ ആ സാധനത്തിനെ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഏറ്റവും നല്ല ടേസ്റ്റിൽ ഏറ്റവും നല്ലൊരു ഐറ്റം ഉണ്ടാക്കുന്നതാക്ക് ഒരു അടിപൊളി സമ്മാനം. കാമണിക്കൂർ തരാം. മതിയോ? എനിക്ക് വെക്കേണ്ട സമയം അറിയില്ല, അതുകൊണ്ടാണ് വയ്ക്കുന്നത്. മതിയാ? കാമണിക്കൂർ മതിയാ? അരമണിക്കൂറാ? ഒരു 20 മിനിറ്റ് മതി. 20 മിനിറ്റ്. ഓക്കെ, 20 മിനിറ്റ്. അപ്പൊ 20 മിനിറ്റ് പിന്നെ കട്ടാക്കൊന്നുമില്ല, നേരിട്ടിട്ട് തന്നെ ഇങ്ങനെ പോവുക. അഭി സാധനം എടുത്ത് മോളാ. അപ്പൊ സാധനം എന്താന്ന് പറയാ? സാധനം കവി ഒന്ന് കണ്ടിരി വഴുതന കണ്ടു വെച്ചിട്ടുണ്ട് കവി. പക്ഷെ അതല്ല തരാൻ പോകുന്നത്. ഒരു ഐറ്റം ഒന്ന് മുള്ളങ്കിയാണ്. മുള്ളങ്കി, മുരിങ്ങക്കായി, ഇത് നമ്മളെ വഴുതനങ്ങ. ഈ 3 സാധനത്തിൽ ഏതാ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ, നിങ്ങൾക്ക് ഏതാന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ആക്കാൻ പറ്റിയതുണ്ടാവില്ല. ചിന്തിച്ച് അത് മൂന്നിലും ആക്കാം നമ്മള്. നിങ്ങളേതാ പറയുന്നത്? പിന്നെ മുള്ളങ്കി വറവാക്കുന്ന് ചപ്പ് വഴുതനങ്ങ. നീ എന്നാക്കുന്നവി? വഴുതനങ്ങ അല്ലേ? അതായത് നിങ്ങൾ 3 ആളും പറഞ്ഞിരിക്കും. ഒരാൾ മുള്ളങ്കി ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാള് വഴുതനങ്ങ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാള് മുരിങ്ങ വഴുതനങ്ങ. അപ്പൊ പറയും നമുക്ക് മുരിങ്ങ കൈ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയുണ്ട്? ഒന്നോ ഫോണിതല്ല. അപ്പൊ നമ്മള് മുരിങ്ങ കൈ വെച്ചിട്ടാണ്. മുരിങ്ങ കൈ ഉണ്ട്, 3 മുരിങ്ങ കൈ വെച്ചിട്ട് എടുക്കുക. എല്ലാം 3 വെച്ചിട്ട് മേടിച്ചിട്ട് 3 ആളുകളെ അത് വേണോ? അത് വേണം. അപ്പൊ നമ്മള് മുരിങ്ങ കൈ വെച്ചിട്ടാണ് എല്ലാവർക്കും അമ്മ കൊടുക്ക്. എല്ലാവർക്കും മുരിങ്ങ കൈ. മുരിങ്ങ കയ്യിൽ വ്യത്യസ്തമായിട്ട് എന്തെല്ലാം ആക്കാൻ പറ്റും ആയിക്കോ. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരാം എന്നാ ആക്കുന്നതെന്ന് ആലോചിക്കാൻ വേണ്ടിട്ട്. 5 മിനിറ്റ് സമയം തരാം, എന്നിട്ട് തുടങ്ങാം. എന്നാ പിന്നെ ആലോചിച്ചോ. സാമ്പാർ വെക്കാച്ചാൽ അത്ര സമയം മതിയാവില്ല. ഇത് ചതിയാട്ടാ. ഇതിൽ അടിച്ചു നോക്കും മുരിങ്ങക്കായില്ല. സാധാരണ മുരിങ്ങക്കായ പുളിങ്കറി വെച്ചിട്ട് സാമ്പാർ വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് ഞാൻ ആക്കണ്ടത് വേറെന്തോ പ്ലാൻ ആക്കുന്നുണ്ട്. ആ ഫോണിൽ അടിച്ചിട്ടെടുക്കാൻ നോക്കാം എന്തെങ്കിലും മുരിങ്ങക്കായ റെസിപ്പി ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കി. അപ്പൊ അത് പിടിക്കുകയും ചെയ്തു. അമ്മ എന്തോ പ്ലാൻ ഇട്ടാ. എന്തായാലും അമ്മ കൊണ്ടുപോകും. നിങ്ങൾക്കെല്ലാം ടെൻഷൻ ആണെങ്കിൽ വൈദ്യുതിയായിക്കോട്ടെ. എനിക്ക് കറക്റ്റായിട്ട് ആക്കാനായതുകൊണ്ട് പറഞ്ഞാടോ. നമുക്ക് അറിയാത്തതല്ലേ ചാക്കി പഠിക്കുക. അതിലാണ് റിസ്ക് ഉള്ളത് അല്ലേ? ഇപ്പൊ എല്ലാരും മനസ്സിൽ എന്തോ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡി അല്ലേ? റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി, 1 2 3 ആക്ഷൻ. സമയം തുടങ്ങിയ? ആ തുടങ്ങി. സമയം നോക്കിയില്ല. എടാ അഭിവാ ഇങ്ങ് വാ. നമ്മളെ ഈടുന്നാണ് ആക്കുന്നത്, വെക്കുന്നത് ആടുന്നാണ്. 4 കാലായി ഏട്ടാ, 4 കാലായി. ഇവിടെ കത്തിക്ക് മുറിച്ചില്ലാന്നുള്ള പ്രശ്നം നടക്കുന്നുണ്ട്. അല്ല അമ്മ എടുത്തു. അമ്മ അടിയുണ്ട്. ഇത് ദൈവം എന്നാ ആക്കേണ്ടത്? ഉരുളക്ക് ഇത് ചൊറണ്ടാന്നറിയാം. ഇല്ല ഇപ്പൊ 4 കാലായി കേട്ടാ. നമുക്ക് സമയം പയ്യെ നോക്കാം. അമ്മ കത്തി കൊണ്ട് കേട്ടാ, നമ്മളെ സാധാരണ കൂങ്കത്തി എന്ന് പറയുന്ന കത്തി കൊണ്ടാണ് ആക്കുന്നത്. നമ്മൾ സാധാരണ പീശാക്കത്തി അല്ല അമ്മ എടുത്തിട്ടുള്ളത്, കൂങ്കത്തിയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കേട്ടോ. തലമുറകളുടെ പാരമ്പര്യ പരിചയമുള്ള ആളാണ് ഇതാക്കാൻ മത്സരിക്കുന്നത്. അപ്പൊ പിന്നെ അതിൻ്റെതായിട്ടുള്ളൊരു അല്ലേ? കത്തി കൊടുത്തിട്ടാ നിങ്ങളെല്ലാരും ഒരേ സാധനം ഒന്നും ആക്കുന്നോന്നല്ല, ഒരേ പീസാന്ന് എല്ലാവർക്കും കാണുന്നത്. നമുക്ക് നോക്കാം എന്തായാലും എന്താണ് ആക്കാൻ പോകുന്നത്. ഈ മുരിങ്ങക്കായിൽ എന്തെല്ലാം വറയിട്ടുണ്ട് എനിക്ക് അറിയില്ല കേട്ടാ. അല്ലോ മുരിങ്ങക്കായി കൈകാൻ മറന്നു സാറില്ല. ഇത് മുറിച്ചിട്ട് കൈകാം. ഇത് മറ്റേ ഇതല്ലേ കുരു എല്ലാം പൊളന്ന് എടുക്കുന്നുണ്ട് കേട്ടോ കവിയിടുന്ന്. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല രഹസ്യം. എന്നാലും ഇവര് വേറെ എന്തോ പ്ലാൻ ചെയ്തുകൊണ്ട് ഇത് ഓർക്കില്ലാന്ന് വിചാരിക്കുന്നത്. അമ്മേ എന്താ നീ നിമിഷത്തിൽ പറയാനുള്ളത്? ഞാൻ ഈ നിമിഷത്തിൽ പറയാനുള്ളത്, ഇതുവരെ ഇതിനെ കൊണ്ട് ഒന്നും ഞങ്ങള് സാമ്പാർ വെച്ചതല്ലാതെ കണ്ട് വേറെ ഒന്നും ആക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മക്കൊന്ന് നോക്കണ്ടേ, അത് മാത്രം. അപ്പൊ ഏച്ചി എന്തോ വേറൊരു മോഡലാണ് പരിപാടി ആക്കിയിട്ടുള്ളത്.
എന്തെല്ലോ നടക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്ക് ഈ സീഡിന്റെ സാധനങ്ങളെ പരിചയക്കുറവുണ്ട്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? അനക്കിവിടെ ഒന്നും കിട്ടുന്നില്ല, കത്തിയൂല, ഒന്നുമില്ല. അടി വരെ നടക്കുന്നുണ്ട്. അമ്മ ഒരു തരത്തിലും ബാക്കോട്ടില്ല കേട്ടാ. അതാന്റെ അടുപ്പിലെല്ലാം അടിയാകുന്നുണ്ട് കേട്ടാ. ഇതൊന്നും ആക്കുന്നത് നമുക്ക് ഈ ഡിഷ് കാണിച്ചു തരാൻ പറ്റും തോന്നില്ല. കാരണം ഇത് പല സ്ഥലത്ത് വെച്ചിട്ട് നല്ല മഞ്ഞളിടുന്നുണ്ട്. ഇത് ചേച്ചിൻ്റെതാണേ. ചേച്ചിക്ക് ആ ഉപ്പ് വെച്ചല്ലേ ചേച്ചി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടാ. നേരത്തെ നോക്കി അമ്മ എന്തോ ഇവിടുന്ന് ചെയ്യുന്നുണ്ടേ കണ്ടാ. അതെല്ലാം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സംഭവമാണ്. ആ പരിചയം വെച്ചിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും ആക്കുന്നത് മാത്രം ഐഡിയ ഇല്ല. നോക്കാം. അങ്ങോട്ട് ഓടിയില്ല, ഫ്രിഡ്ജിലേക്കെല്ലാം പോയിട്ടുണ്ട്. ആരാണ് നമ്മൾ ഈ സമ്മാനം കൊണ്ട് പോകാന്നില്ല നമുക്ക് കണ്ടറിയാമെന്നാണ് വെച്ചിരുന്നത്. മുരിയ കൈ ഉണ്ടായിരിക്കണം. എന്തെല്ലോ നടക്കുന്നില്ല, എന്നാ നടക്കുന്നൊന്നും തിരിയുന്നില്ല. ഉള്ളി ഇതെല്ലാം വരെ ഇതൊരു സാമ്പാർ ടൈപ്പ് സംഭവം എന്തോ ആട്ടാ. ഒരു പിടുത്തമില്ല. പക്ഷെ ഇതുവരെ ഇതൊന്നും ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാക്കും മാത്രം ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അമ്മ അത് മനസ്സിൽ ഇങ്ങനെയാ വരുന്നത്. മൈദപ്പൊടി ഇല്ല ചേച്ചി, ഇല്ല മൈദപ്പൊടി കൊണ്ടുവരില്ല. ഇതുപോലെ ആവും കേട്ടേ. പിന്നെ ഇതിൽ തിരക്കിടുമ്പോ കയ്യെല്ലാം വിറക്കുന്നുണ്ട്, കയ്യെല്ലാം വിറക്കുന്നുണ്ട്. സ്പീഡായിട്ട് മുറിഞ്ഞു പോകുമ്പോ കയ്യെല്ലാം. വാവേ നമുക്ക് സഹായിക്കു വാവേ. നമ്മൾ ഏത് പരിപാടി ആയാലും ഉണ്ടല്ലോ, ഏടുന്ന വണ്ടിക്ക് വെച്ചോ, അത് ഏടുന്ന സൗകര്യമുള്ള സ്ഥലത്ത് വെച്ചോ, സാരിയെല്ലാം ശരിയായിക്കോ. അമ്മേ ചേട്ടാ സമയം പറയോ? സമയമില്ല, ഇല്ല സമയം അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് അധികം കൊടുക്കുക, കുഴപ്പമില്ല. അടുപ്പത്ത് കയറിയാലേ അതെയാ. പോരട്ടെ. ഇതെന്താ സംഭവം തിരിയുന്നില്ല, ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്താ സംഭവം നടക്കുന്നത്. കാരണം അമ്മ എന്തോ ഒരു പരിപാടി ആക്കിയിട്ടുണ്ടേ, വെളിച്ചെണ്ണയിലാക്കി വെച്ചിട്ടുണ്ട്. അമ്മേന്റെ ആദ്യം അടുപ്പിൽ വന്നേട്ടാ, എന്താവും അറിയില്ല. എന്തായാലും ഒന്നാവും, അത്രേ. അല്ല എനിക്ക് ചീനച്ചട്ടി ഇല്ലേ? ചേച്ചി അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാ. ചേച്ചിന് അടുപ്പ് കത്തിക്കാൻ വേണ്ടി. ചേച്ചി കവി ഒന്ന് കത്തിച്ചു കൊടുക്കേ. അത് ഈട് കൂട്ടി ചേച്ചി. അങ്ങനെ വൈദ്യായിട്ട് ആൾ ഓടിയ തിരിഞ്ഞിട്ടാ. എന്ത് ഇവിടെ ആക്കാൻ പോന്നി. ഒരാൾ ആടി ഒരാൾ ഇടിയായോണ്ടല്ലേ എന്നാ നടക്കുന്ന പറയാങ്കില്ല. ഓ അതെ, ഇത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടാ. നമ്മള് പല സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര വെറൈറ്റി ഉണ്ടല്ലേ. ഉടുക്കൂട്ട ഇത് ഭയങ്കര റിസ്ക് ആണ് സംഭവം. പക്ഷെ ഞാനിങ്ങനെ ഇതിന്റെ കൂടെ കൂടിയിട്ടില്ലേ, പറയുന്നത് എന്തെങ്കിലും ഇതാകുന്നുണ്ടോ അറിയില്ല. എന്ന് വെച്ചാല് ബഹളായി പോകുന്നുണ്ടോ അറിയില്ല. അടി നടക്കും. ഇത് തുടങ്ങി അനക്കെന്നെ കിട്ടാൻ പോകുന്നേട്ടാ. ഞാൻ ഇങ്ങനെ ഒരു പ്ലാനിലെത്തുമ്പോൾ ആദ്യം ഒന്നും ചിന്തിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാവർക്കും ഒരു തമാശ സന്തോഷം ഇതെല്ലാം നേരത്തിൻ്റെ സംഭവമല്ലേ. നിങ്ങളെല്ലാം വീട്ടില് വൈഫും ഭാര്യയും പൊങ്ങന്മാരിലുണ്ടാവില്ല. ആടി ചെറിയൊരു പരിപാടി നടത്തിക്കോട്ടാ. ഒരു ഭയങ്കര രസമായിട്ടുള്ള ഇത് സംഭവം. ഇതെന്തോ നടക്കാൻ പോകുന്നത് കണ്ടാ. ഇന്നത്തെ മൂമെന്റ്സ് ഒന്നും വേറെ കിട്ടൂല. കാരണം ഇവരെല്ലാം വേറെ ആണല്ലോ ആക്കുന്നത്. അപ്പൊ ഇത് ഇന്നിങ്ങനെ ഒരു സമയം കിട്ടുമ്പോൾ നല്ല രസമുണ്ടത് അല്ലേ വി? അതെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ഈ കുക്കിംഗ് ആക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ നല്ല രസമുണ്ട്. ഇത് വിജയിച്ച നേരത്തെ കുക്കറി ഷോയിലേക്ക് പോവാട്ടാ. ചേച്ചി എന്തോടെ സെറ്റ് ആക്കിയട്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി. നമ്മൾ ഉണ്ടാക്കുന്ന സാധനമില്ലേ വളരെ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്യണം. ഓക്കെ, അതും കൂടി ആയാലും അതിന്റെ ഭംഗിയുള്ളൂ. അത് പൊട്ടുന്നില്ല. ഇതിക്ക് മാറി കടുപൊട്ടുന്നുണ്ട് പാവേ. എന്ത് ചേച്ചിന്റെ ആയി തോന്നല്ല, വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്തോ കൂടി ആക്കുന്നുണ്ടേ. അമ്മ വേണ്ട ഇവരോട് മത്സരിച്ചിട്ടുണ്ട്. അമ്മ അതാണ് വിജയം. അമ്മ അങ്ങനെ ഞാൻ വയസ്സായ ആളാണ്, അതുകൊണ്ട് നമ്മളൊന്നിനുമില്ല. അമ്മ അതെങ്ങനെ പറയാനെങ്കിലും അമ്മ മത്സരിക്കുന്നത് നമുക്ക് ശരിക്കും തിരിയുന്നുണ്ട്.
ഇതെന്നാ പരിപാടി? വെളിച്ചെണ്ണയുടെ ചൂടാക്കി കേട്ടാ. ഇതിന്റെ ഒന്നും റെസിപ്പി എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആടുന്ന ഇവിടുന്ന് ആക്കുന്നേ. അമ്മേ എന്ത് തട്ടിപ്പായത്? എന്നാ ഇത്? എടാ ഇതെന്നാണ്? വെറൈറ്റി അല്ലേ? അമ്മ നേരെ അപ്പന്താ ഇതെന്നാ അരിക്കൂട്ടാ. എടാ ഇത് പൊട്ടുന്നില്ല. വെളിച്ചെണ്ണയിൽ ഇടുവന്ന് ആടെ എന്താ പറ്റുന്ന നമുക്ക് നോക്കിട്ട് വരാം. എന്താ ഇത് പൊട്ടാത്തെ? കടുക് പൊട്ടി തിരുമ്പേക്ക് കവി എന്തൊരു അതിശയായത്. എന്നാ അതങ്ങനെയാ, നമുക്ക് ടെൻഷൻ കുടിക്കഴിഞ്ഞായില്ലേ. കടുക് പൊട്ടൂല, ഉള്ളി ഇതാവും, മൂത്ത് വരില്ല, പല സംഭവങ്ങളും ഉണ്ടാവും. ചേച്ചി എല്ലാം ഓക്കെ അല്ലേ ചേച്ചി? ചേച്ചി ഇത് കവി ഇത് കത്തുന്നില്ലേ? കത്തുന്നുണ്ട്. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് അതിന് രുചി ഉണ്ടാകും കേട്ടാ. രുചി നോക്കിയിട്ട് നമ്മളിത് അല്ലേ അവന് പല്ലുവാനായിട്ടാ അവനാക്കാൻ കഴിയില്ല. കവിത തൽക്കാലം എനിക്ക് കടുവിനെ നോക്കണ്ട, കത്തിന്റെ കാര്യമില്ല. കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ തിന്നുമ്പില്ലേ കടുക് പച്ച അത് നിന്നെ ബാധിക്കും കേട്ടോ മാർക്കിന. അതെ ചേച്ചി എന്തായാലും അതാവും എന്നാ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റുമോ? ഉദ്ദേശിക്കുന്നു പറയുന്നത് പറ്റാ പറഞ്ഞത് നിങ്ങൾ അതുപോലെ ആക്കും. അതുകൊണ്ട് ഇനി എന്താക്കാൻ ചെറിയ മിനിറ്റുകളെ ബാക്കിയുള്ളൂ. ഇനി ഏതാനും നിമിഷങ്ങൾ പരിപാടി. ഇല്ല ആയില്ല ടെൻഷൻ അടിക്കണ്ട, ആയില്ല. ഓക്കെ അല്ലേ? ഇതൊന്ന് കുറക്കാൻ കഴിയാതെ കവി വാ 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 നമുക്ക് ഇവിടെ നോക്കിയാ ഇടിയാന്ന് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് സംഭവം നടക്കാൻ പോകുന്നത്. എന്നുവെച്ചാ ഒരു സ്ഥലത്ത് ഏതായാലും ഒന്നാവും. അമ്മേ എന്നാ പിന്നെ ഇത് ആക്കുന്നവരനെ ഇത് തിന്ന് കാണിച്ചു തരുന്നത് വിനീതമായി. അത് മുരിങ്ങാക്കായി അപ്പാന്ന്. നിങ്ങൾക്ക് ഇതിപ്പം വെന്തിട്ട് തിന്നല്ലേ വേണ്ടു. എന്ത് രസം നിങ്ങളല്ലേ പറയുന്നേ. അതുകൊണ്ട് നോക്കാം നമുക്ക്. ഇത് പിന്നെ എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിയണ്ടേ അതിനെ കൊണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ഓരോ പുതിയ പുതിയ ഡിഷെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്ന തോന്നും കേട്ടാ. ഇതേ സമയത്ത് ഉണ്ടാകുന്ന തോന്നുന്നു. ചേച്ചീന് എന്തോ കണക്കൂട്ടിൽ പാളിപ്പോയിനോന്ന് അറിയില്ല, എടുത്തു കൊണ്ടിട്ടുണ്ട്. എന്താ സംഭവം? ലെവലാട്ടാ. നമ്മളെ ദ്വീപ് കിച്ചൻ്റെ അകത്ത് ഇതാക്കുന്ന കേട്ടാ. ഇത് അടുക്കളയിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ്. മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയില്. ശിവനെ ഉപ്പ് കൊടുത്തു. ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഇടയിൽ അടിവരെ നടക്കാൻ സാധ്യത കേട്ടാ. അമ്മ എന്നാ ഇത് നല്ല ആടി എന്തെങ്കിലും നടക്കുന്നുണ്ട്. അമ്മ ഇതുവരെ ആക്കാത്ത സാധനം എല്ലാം ആക്കുന്നുണ്ട് കേട്ടാ. എന്താ ഇത്? അത് ഉപ്പ് എന്തെങ്കിലും ഇടുന്നുണ്ട് കേട്ടാ. അല്ല ഓ ഇവിടെ അസിസ്റ്റന്റ് ഉണ്ട്. അസിസ്റ്റന്റ് ഇല്ല, എന്നാലും ഓരോന്ന് എടുത്തു തരാം. കവി വളരെ മെല്ലെയാണ്, പക്ഷേങ്കിൽ അത് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മള് പ്ലാൻ ചെയ്ത് മുന്നോട്ട് വന്നത്. ഇനിയാണ് നമ്മളെ കളി. മസാല ഇട്ട സാധനം, വേവിച്ച സാധനം വേവിക്കാണ്ട് ഇതാക്കാൻ കഴിയില്ല. വേവിച്ചിട്ടത് എനിക്ക് മുരിങ്ങ പഴംപൊരി. മുരിങ്ങ പഴംപൊരി കേട്ടാ. എന്റെ പേരൊന്നും ഇല്ല, ഞാൻ ഒരു മാതിരി കൂടെ എങ്ങനെയല്ലോ ആക്കുന്നതാണ്. സംഭവം ഒന്നുമില്ല, പേരറിയില്ല, എന്നാലും അങ്ങനെ മസാല എല്ലാം ഇട്ടിട്ട് ഒരു മുരിങ്ങനെ കൊണ്ടുവരുന്നറിയാത്തൊരു നൊമ്പരത്തെ എനിക്കറിയില്ല. എനിക്ക് ആ പേര് എനിക്ക് എന്തായാലും പ്രേമമെന്നാരോ പറഞ്ഞു. അറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ പറഞ്ഞു. കള്ള അതെ മുരിങ്ങാക്ക ബജ്ജി എങ്ങനെ പറയാമോ? അങ്ങനെ പറയണം. കയ്യിലെടുക്കരുത്, ഇങ്ങനെ ബജ്ജിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ കറി പോലത്തെ സാധനം കേട്ടാ. അതായത് ഫസ്റ്റ് ടൈം ആയി വീട്ടിലാക്കുന്ന ഈ മൂന്ന് സാധനവും. അമ്മേന്റെ ആയ ഇടൊന്നും എന്തത് കോരലയാ? ഇത് ഈ പ്ലേറ്റിലാ ഞാൻ വെക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പ്രത്യേകത ഉണ്ട് നമ്മളിത് വിളമ്പി കൊടുക്കുന്നതിൽ. അപ്പൊ വിളമ്പി കൊടുക്കുന്നതിൽ മാർക്കുണ്ടേ. അപ്പൊ വിളമ്പി കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കണം, അതിൽ മാർക്കുണ്ട്. പിന്നെ വിളമ്പി കൊടുക്കുന്ന ഡെക്കറേഷനല്ലേ മാർക്ക്. നമുക്ക് ഡെക്കറേഷനിൽ മിക്കവാറും ഒന്നാം സ്ഥാനം നമുക്ക് തന്നെ ആയിരിക്കും. അത്ര ഐറ്റംസ് ഉണ്ട്. ഈ അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്കില്ലേ, ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഇപ്പം നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ഇവരെല്ലാവരും നല്ല പോലത്തെ ഭക്ഷണം വെക്കും, നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാ സാധനം ഏത് സാധനം വെച്ച് ഇവരെ ഞാൻ പൊക്കി പറയുന്നതല്ല, എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ അയൽപക്കത്ത് കിച്ചണിലേക്ക് പോയാലും അമ്മേൻ്റെ അടുത്ത് പോയാലും ഇവിടെ പോയാലും എല്ലാം നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം തന്നെ ആയിട്ടില്ലേ. എല്ലാവരും ഓരോ രുചിയാണ്. നമ്മളെ വീട്ടിലെ സാമ്പാറല്ല അപ്പുറം കിണച്ചിൻ്റെ അടുത്ത്, അപ്പുറത്തെ അമ്മേൻ്റെ അടുത്ത് ഈ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഏച്ചിൻ്റെ അടുത്ത് പോയാൽ വേറെ ടേസ്റ്റ്. ഒരു സാമ്പാറിനെ ഒരു സാധനം എല്ലാവരും ഇട്ടാലും വേറെ പറയും. അതുപോലെ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവരാണ് ഇവരെല്ലാവരും.
അവരെല്ലാരും കൂടി ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ മത്സരം കാണുമ്പോല്ലേ കിള്ളി പോയ സെലബി അതെ പായൂന്നെല്ലാരും. അത് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് പറയാൻ കഴിയുന്നില്ല. ഇതിന്റെ മറ്റേ ആങ്കറായിട്ട് നിന്നിട്ട് ഇത് ബോറടിപ്പിക്കൊണ്ട് പറയാൻ കഴിയില്ല. അത് എനിക്കറിയില്ല. പക്ഷെ അതിനൊന്നും മിണ്ടാണ്ടെന്നല്ല ഈ പരിപാടി, അതിന്റെ ഒരു രസം ഉണ്ടാവില്ല. ഇതാക്കുന്നതിന്റെ ആ ഒരു മൈൻഡിലാവുള്ള അതുകൊണ്ട് പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്നും മിണ്ടിയിട്ടില്ലെങ്കിലേ അതൊരു ആ ഒരു സീന് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ. ഓ ചേച്ചി ഉണ്ടല്ലോ അല്ലേ? അതിന്റെ ഉള്ളിലോ ചേച്ചി? കഴിഞ്ഞില്ലേ ചേച്ചി? കഴിഞ്ഞു ഡെക്കറേഷൻ ഡെക്കറേഷൻ നമ്മളെ സിദ്ദിഖിനെ വിളിക്കണ ഡെക്കറേഷൻ. ഇവിടെ ഡെക്കറേഷൻ ഐറ്റംസ് ഇട്ട് നിരക്കുന്നുണ്ട്. ഫുള്ളായിട്ട് റെഡി ആകുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ മുറിക്കാം. ആയില്ല ആടെ വെച്ചോ. ഓക്കെ സമയം നോക്കട്ടെ. സമയം ഏകദേശം നമുക്ക് സമയം ഏകദേശം 15 മിനിറ്റ് ആയി കേട്ടാ. 15 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് കൂടി നേരത്തെ പറഞ്ഞ സ്ഥിതിക്ക് കുട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം 20 മിനിറ്റ് ആകുമ്പോഴേക്ക്. വേറെ ലെവൽ ഡെക്കറേഷൻ 4 സാധനം കൊണ്ട് ഇത് ഞാൻ എങ്ങനെ വർണ്ണിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഏറ്റവും ടോപ്പായിട്ട് രുചി മാത്രം നമ്മൾ പറയാം. ഇതിൻ്റെ അത് ഭംഗിയായിട്ടുള്ളത് ആരാന്നുള്ളത് കമന്റ് ചെയ്തോട്ടാ. അല്ലാണ്ട് ഇത് ഭംഗിയായിട്ട് ആരാന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടാൾ എല്ലാവരും വേറെ വേറെ സ്റ്റൈലിലാക്കുന്നത്. അള്ളാന്റെ ഒരു പിടുത്തൂല്ലട്ടാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2-3 ക്യാരറ്റും 2-3 പച്ചമുളകുള്ള സൈഡിലിട്ടോ. ആടുന്ന 2 കരിയാപ്പില സൈഡിൽ വെച്ചാൽ മൊഞ്ചു കൂടും. ഓടിപ്പിക്കോ 2 ഇതെല്ലാം കാന്താരില്ലാം കൊണ്ടിട്ട് കഴിഞ്ഞില്ലടോ. 2 ക്യാരറ്റ് അമ്മക്കും കൊടുക്കണോ. എന്നാ നോക്കാം. അത് മുന്നിൽ വെച്ചിട്ട് അമ്മ 3 ഇത് ഒരുമിച്ച് വീഡിയോ എടുക്കണതേ. ഏറ്റവും കാണാൻ ഭംഗിയുള്ള ആരതാന്ന് ഞാൻ ഇത് ചെയ്യും കേട്ടാ. കമന്റ് ചെയ്യാൻ വേണ്ടി പറയുക. അതുകൊണ്ട് അതാ അതിൻ്റെ അകത്ത് നിർത്തി ഇതിൻ്റെ അകത്ത് വെക്കുന്ന അതെല്ലാം ശ്രദ്ധിക്കണേ. നമ്മളെ ജഡ്ജസ് നോട്ട്. ഇത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്താ അതിനോ എന്തോ മത്സരം നടന്നുകൊണ്ടിരിക്കുമെന്ന്. ഏകദേശം സമയം അതിക്രമിച്ചു. എന്നാലും കുറച്ച് സമയം കൂടി ആരത്തും ഫുൾ കൃത്യമായിട്ട് ആയില്ല. ആയി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിലിടയ്ക്ക് ഒരു ചോദ്യം നമ്മൾ ഋത്തിക്കോട്ടെ. ഋത്തിക്ക് ഇത് ആരതായിരിക്കും ഇതിൻ്റെ അകത്ത് വിജയിക്കുമെന്നാണ് ബാബക്ക് തോന്നുന്നത്? പറയാ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞിന്നല്ലേ, അതുകൊണ്ട് അത് അങ്ങനെ പേരുള്ളൂ. എന്തായി 3 പേരും പറ്റില്ല. കുട്ടിക്ക് ആരോടും വെറുപ്പില്ല. കുട്ടി എല്ലാവരും പറഞ്ഞു. അപ്പൊ 3 ഫുഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അലങ്കാരമായിക്കോട്ട് വെച്ചിട്ട് നമ്മളെ വീടിന് മുന്നിൽ തന്നെയുള്ള കൂവേനെ നടക്കുവാണ് കാണിക്കുന്ന കേട്ടാ. ഒന്ന് കളറായിക്കോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ലേഖേച്ചിൻ്റെയാണ്. ഇതിൽ ഏറ്റവും കാണാൻ ഭംഗിയുള്ളതായിരുന്നാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് ലേഖേച്ചിൻ്റെ നോർത്ത് പോയിന്റ് ലേഖേച്ചിൻ്റെ അല്ലേ? ഇത് അമ്മേൻ്റെത്. ഇതാ ഒന്ന് നോട്ട് ചെയ്തേ. ഇത് അമ്മേൻ്റെത് കേട്ടാ. അതുപോലെ തന്നെ ഇത് കവീൻ്റെത്. ഒന്ന് നോട്ട് ചെയ്തോ. ഇത് കവീൻ്റെത്. അപ്പോൾ ഈ 3 ഈ സംഭവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാന്ന് കാണാൻ ഭംഗിയെന്നുള്ളതൊന്നും മാർക്ക് കിട്ടോ. ജഡ്ജായിട്ട് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യത്തിൽ ജഡ്ജായിട്ട് ഇരുന്ന അടി വെറുതെ മേടിച്ചിട്ടുണ്ടെന്നാണ് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് ടേസ്റ്റ് നോക്കാൻ ഇവിടെ വേറെ അങ്ങനെ അതിനെ പറ്റിയിട്ട് അധികാരികമായിട്ട് അറിയുന്ന ആളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ തന്നെ ഉള്ളത്. അല്ല എനിക്ക് ഇതിനെ പറ്റി അതിൽ ഐഡിയ ഇല്ല. ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാം. എല്ലാവരും കൂടി ടേസ്റ്റ് ചെയ്യുക. അതായത് എന്നിട്ട് 3 നമുക്ക് എല്ലാവരും കൂടി, നമുക്ക് ഒരാൾ അങ്ങനെ അറിയുന്ന ആളൊന്നുമില്ല. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്താം. അതല്ലേ നല്ലത്? അത് നിങ്ങൾ പറഞ്ഞോ. ആദ്യം ഫസ്റ്റ് ഒരാളുടെ അടുത്ത് നോക്കുക എന്തുണ്ട്, അത് രസം, എരിവുണ്ടോ, ഉപ്പുണ്ടോ, പിന്നെ എങ്ങനെയാ എന്നാ റെസിപ്പി ഞാൻ തുടങ്ങിയിട്ട് ഞാൻ പെട്ടല്ല. അത് നോക്കുക. എന്നിട്ട് ഓളോട് ഏതും പറയണ്ട. അപ്പൊ അനുട്ടിയായിട്ട് ഓളാ നോക്കുന്നേട്ടാ. എന്നാ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓളെ വീട്ടിലായിക്കോട്ടെ. അത് ശരി. അത് നല്ലൊരു ഐഡിയ കേട്ടാ. ഇത് 3 ഡിഷാണ്. ആരെന്താ രസാന്ന് ഓളെടുക്കന്നെ ചോദിക്കാം. അപ്പൊ അനു വരുന്നുണ്ട്. നമ്മൾ ഈ എല്ലാരെ കൈമില് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. എല്ലാം മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഓള് ചിലപ്പോ ആളെ കണ്ടിട്ട് ചിലപ്പോ പറയണ്ട. അനുട്ടി വേമ്പ ഇത് ആക്കാൻ തുടങ്ങിയ ഓടിയതാണ്. ഇവിടെ എന്തെങ്കിലും ആക്കാൻ വേണ്ടി പറയുന്ന വെച്ചിട്ട് ഓടിയതാ. ഇത് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഓടി ഇതിലേ 3 ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് ഏതാ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാട്ടെ. 3 ടേസ്റ്റ് നോക്ക്. ഡെക്കറേഷൻ നീ പറയണ്ട. അത് ഞാൻ ഇവിടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കമന്റ്
അമ്മേ ഏതാക്കി ആരാ പറയില്ല, ഓള് പറയൂ. പിന്നെ അനു ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നീ പറയണേ ഇപ്പൊ. അതെ. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, മധുരോ എരിവല്ലായിട്ട് വേറെ പറയുന്നത്. സത്യസന്ധമായി പറയണോ? ഓക്കെ അല്ലേ? കായ് എടുക്കുമോളെ. ഇതിന്റെ ഒരു ഇത് കണ്ട നിങ്ങള്, ഇതിന് കായ തിന്നണ്ടേ? ഇതല്ലേ മെയിൻ സാധനം. ഇതാട്ടെ ഇങ്ങനെയുള്ള കേട്ടോ. അത് മുരിങ്ങക്കായിൽ ഇത്രയും അധികം വിഭവങ്ങൾ ഉണ്ടല്ലേ, കൈമന്നിടാനും പറ്റും. എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരുമിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടാ. പിന്നെ ഇത്രയും ഭാഗ്യം നല്ലോണം മേടിച്ച് കിട്ടുകയും ചെയ്തു. ഇപ്പം വിധി പറഞ്ഞു കഴിഞ്ഞാൽ പാട് 3 ആഴ്ചത്തുന്നു. അതുകൊണ്ട് നല്ല ഭാഗ്യം തന്നെ ആയിരിക്കും. ഇതൊന്ന് മുട്ടിയിട്ടാ എല്ലാം കൂടി ഒരേ വായിലിട്ടാൽ ഇത് ടേസ്റ്റ് ചെയ്യാടോ. അതിന് പ്രത്യേക സംഭവമായിട്ട് അതിന് ഓരോ സൈഡിലിട്ടിട്ടാണ് കഴിക്കുന്നത്. വഴക്ക ബജ്ജി എനിക്ക് ചിലപ്പോ അനുവില്ലേ ഈ സെന്റിമെന്റ്സ് വെച്ചിട്ട് പറയാനും സാധ്യതയുണ്ട്. ഇല്ലാതില്ല അനു ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ മതി. അനു മൂന്നിലും തിന്നേല് നല്ല കുറച്ച് ഇത് മറ്റേ നമുക്ക് അല്ല, അതൊന്നും നമ്മള് മത്സരത്തിന്റെ വിജയം എന്നല്ല, നമ്മളെ കഴിവിനെ നിർണ്ണയിക്കുക. അതെ. അപ്പൊ ഇതില് കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഇത് പോരട്ടെ, ഇത് കൊറേ സമയമായി വീഡിയോ ഇപ്പം തന്നെ. ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാല് ഞാൻ അതിന് ഉത്തരം പറയാം. മാമൻ ഈ കണ്ണ ഇഷ്ടം, ഈ കണ്ണ ഇഷ്ടം? എനക്ക് ഇത് മാമൻ തന്നെയാണ് ഷോർട്സിലും വീഡിയോയിലാക്കിയിട്ട് കഥയാക്കിയിട്ട് നിന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് മാമൻ തന്നെ അടിക്കണം. നമ്മളെ മനസ്സിന്റെ വിഷമം കവിതേന്റെ രസം കഴിഞ്ഞില്ലേ? കവിതേന്റെ രസം ഏതാ ടേസ്റ്റ് പറയണം, മാമിന്റെ രസം സത്യസന്ധമായിട്ട് പറയണം. സത്യം. എന്താ കാരണം? കാരണം പറഞ്ഞാൽ എന്തോ മധുർക്കുന്നുണ്ട് ചെറിയ. പിന്നെ ഇത് രസമുണ്ട്, ഇത് 2ാം സ്ഥാനം, അത് 1ാം സ്ഥാനം. മാമ സോറി മാമ, ക്ഷമിക്കണം. അപ്പൊ അമ്മക്ക് 3ാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഇനി സത്യം മാറ്റിക്കോ, ഇങ്ങോട്ടും മാറ്റിക്കോ. മാറ്റിയല്ലേ ഇപ്പോ എങ്ങനെ ഇരിക്കണ്? കാർത്തിയമ്മനെ വിളിക്കാൻ പറ്റി കാമമ്മേനാക്കി. സത്യം പറയട്ടല്ലേ, ഞാൻ എല്ലാം ടേസ്റ്റ് നോക്കിട്ടാ. ഞാൻ അങ്ങനെ ഇതാക്കി പറയുന്നല്ലേ, 3നും 3ന്റേതായിട്ടുള്ള ടേസ്റ്റാ. എന്റെ അമ്മ ആക്കിയത് മധുരാണ്. ഒരിക്കലും മധുരം എരിവിന്റെ ഒപ്പം വെച്ചിട്ട് നമുക്ക് മത്സരിക്കാൻ കഴിയില്ല. ചേച്ചി ആക്കിയത് വേറൊരു ബജ്ജി ടൈപ്പ് സാധനമാണ്. അതും ഇതുമായിട്ട് വേറെ ഇതില്ല. നമ്മൾ ഈ മത്സരം നടത്തുമ്പോൾ എല്ലാം ഒരേ ഐറ്റം ആക്കിക്കണേനു. അതായത് എല്ലാവരും ആക്കേണ്ടത് ഒരേ ഐറ്റം. അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ ഈ മത്സരത്തിന്റെ ടേസ്റ്റ് ചെയ്താതിരിക്കും. കാരണം ഒരാൾക്ക് ചിലപ്പോൾ കൂട്ടുകാർ ഇഷ്ടമായിരിക്കും, ഒരാൾക്ക് അച്ചാർ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള ഒരാളെ കാണിച്ചു കൊടുത്താൽ അയാൾ ഇപ്പോൾ അച്ചാർ ഇഷ്ടപ്പെടുന്ന ആളൊരിക്കും അച്ചാർ ഇഷ്ടമാണെന്ന് പറയാം. അതേപോലെ ഇപ്പൊ ഈ മത്സരം വിധി. അതുകൊണ്ട് ഈ മത്സരത്തിൽ സമ്മാനമില്ല. എന്നാ ഞാനിങ്ങോട്ട് ഒരിക്കലും ഞാൻ സമ്മാനം ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഇനി കേഞ്ഞിനെ. അതുകൊണ്ട് ഒരു സമ്മാനവും മക്കളെ കൂട്ടത്തില് ഞാൻ പങ്കുചേരും. അതിന് മാത്രം വേണ്ടി കഴിഞ്ഞതാ ഞാൻ. മുട്ടിന് പൊട്ടി തടിയിട്ടില്ലാന്ന് ഓടിയിട്ട് നമുക്കില്ലേ നമ്മള് അത് ഒന്നാമത്തെ കാര്യം പറയാം, എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ട് ടേസ്റ്റ്. നമുക്ക് പല്ലുവിനായോണ്ട് ഇപ്പൊ ടേസ്റ്റ് പറയാൻ കഴിയില്ല. പറഞ്ഞിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ പൊന്തും. ഇതിന് മുട്ടയും കാര്യങ്ങളും ഇട്ടിട്ടാണ് കവി ആക്കിയിട്ടുള്ളത്. മുട്ട അപ്പൊ ഇത് വെളിച്ചെണ്ണയിലും ഇടാ, മുരിങ്ങ കൈ ഇട്ടാ പൊരിയും വേവും. ഇത് മുട്ട കൂട്ടിട്ടാക്കിയത് തന്നെയാണ് ബജ്ജി. ഇത് പേരിടാൻ കഴിയില്ല. ഇത് ഇതിന്റെ ഏറ്റവും സംഭവം ഇത് ഇത് പൊട്ടിത്തെറിച്ച് നല്ല ടേസ്റ്റ്. എല്ലാത്തിനും ടേസ്റ്റ് ആയിട്ട് കേട്ടാ. കാരണം നമ്മളെ കൂടെ മത്സരിക്കാൻ അമ്മ നിന്നില്ലേ, അതാണ് അതിനാ വിജയം. അതെ, അതുകൊണ്ട് നമ്മൾ ഈ സമ്മാനം അതെ അമ്മക്ക് കൊടുക്കുന്നത്. അതിന്റെ ഉള്ളിൽ കായ് പൂത്തിട്ടുണ്ടാ. പിന്നെ ഇതിനെ കൊണ്ട് ഓലനാക്കാന്ന് ഞാൻ വിചാരിച്ചു. മുട്ടിട്ടുണ്ട്. നല്ല സാധനം. എങ്ങനെ വടിയാക്കാന്നില്ല ഒരു ഇല്ലെത്തിയേച്ചി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല വാടം വെറൈറ്റി വട മുരിങ്ങക്കായി ഇതാക്കിയത് അടിപൊളിയായി. ഫസ്റ്റ് പ്രൈസ് അരങ്ങും മുരിങ്ങക്കായി മധുരിട്ടിട്ടുണ്ടാ.
മുരിങ്ങക്കായി മധുരത്തിലാ തട്ടുള്ള അല്ല അമ്മ ഉപ്പിടുന്ന സ്ഥലത്ത് പഞ്ചസാര ഇട്ട് പോയി ആദ്യം. അങ്ങനെയോ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടി വെറൈറ്റി ആയിട്ട് വരും പറയാം. പരിപാടി കണ്ടിട്ടാന്ന് വിചാരിക്കുന്നത്. അപ്പേക്ക് മുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് എന്തായാലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്യാഷ് പ്രൈസിനും കൊടുത്തിന്. ഈ പ്രാവശ്യം ഒരു ഫുഡ് തന്നെ നമുക്ക് ടൗണിൽ ആക്കാറുണ്ട്. ഇന്ന് വൈകിട്ട് ഫുഡും പരിപാടികളും ടൗണിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും പുതിയ അടിപൊളി വിശേഷമായിട്ട് നാളെ വരാം. അതൊരു അല്ല നല്ലൊരു വെറൈറ്റി സംഭവം ഉണ്ട് കേട്ടോ വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും. ചേച്ചിക്ക് ബൈ. ആ